നമസ്കാരം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ജേക്കബ് തോമസ് IPSനെതിരെ പ്രതികാര നടപടി തുടരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചതിന് വിശദീകരണം തേടും. അഗ്നിശമന സേനയിൽ നിന്ന് മാറ്റിയതിന് മുഖ്യമന്ത്രി പറഞ്ഞ കാരണം തെറ്റ്. ജേക്കബിനെതിരെ ആരും പരാതിപ്പെട്ടിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. നെൽവയൽ നിയമ ഭേദഗതി ഉടനെയില്ല. ഹരിയാന ദലിത് കൂട്ടക്കൊലയിൽ പ്രതിഷേധം ഇരമ്പുന്നു. കുഞ്ഞുങ്ങളുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. CBI അന്വേഷിക്കുമെന്ന് സർക്കാർ. ഫോട്ടോയിൽ മുഖം വരാനാണോ വന്നതെന്ന് ചോദിച്ച റിപ്പോർട്ടറോട് ക്ഷുഭിതനായി രാഹുൽ ഗാന്ധി. What is it a photo of? What do you mean? People are dying left, right and center in this country. People are being beaten up in this country. What do you mean it's an open photo op? So this is that you visit? Yes, absolutely I will visit. I will visit again and again and again. ദാദ്രി സംഭവം മതേതരവാദികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് RSS. കൊല ആസൂത്രിതമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. SNDP BJP സഖ്യം ഉലയുന്നു. കൊല്ലത്തും ആലപ്പുഴയിലും ഭിന്നത രൂക്ഷം. അടൂരിൽ SNDP യോഗവേദിയിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധം. വെള്ളാപ്പള്ളി നടേശൻ ഈ ഭവനത്ത് വന്നിട്ടില്ല, ഒരു കാര്യങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോഴും വന്നേക്കുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത് പോയേക്കുവാ. ഭാര്യയും ഭർത്താവുമല്ല. ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാര മാർഗവുമില്ല. തുഷാർ വെള്ളാപ്പള്ളി പരിപാടിക്ക് എത്തിയില്ല. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ നിയന്ത്രണ ശുപാർശകൾ. ഇരുചക്രവാഹനങ്ങൾക്ക് 50 കിലോമീറ്റർ വേഗതയെ അനുവദിക്കാവൂ. ലൈസൻസിനുള്ള പ്രായപരിധി കൂട്ടണം. തിരുവനന്തപുരത്ത് KSRTC ബസ്സിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തും പരിപ്പ് വർഗ്ഗങ്ങളുടെ വില കുതിക്കുന്നു. ഉഴുന്നിന് വില കിലോയ്ക്ക് 210 രൂപയായി. വില നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുന്നില്ലെന്ന് ആരോപണം. കൊച്ചിയിൽ നടക്കേണ്ട അന്ധരുടെ ഏഷ്യാ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. തീരുമാനം കളിക്കാരുടെ സുരക്ഷ മുൻനിർത്തിയെന്ന് PCB. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ആഴ്സണലിനും ബാഴ്സലോണയ്ക്കും ജയം. ആഴ്സണൽ ബയൺ മ്യൂണിക്കിനെ മറികടന്നു. ഡൈനാമോ കീവിനെതിരെ ചെൽസിക്ക് ഗോൾ രഹിത സമനില. അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുൻപ് MLA സ്ഥാനം രാജിവെക്കുമെന്ന് PC ജോർജ്. രാജിക്ക് ശേഷം കേരള കോൺഗ്രസ് സെക്യുലറിന്റെ നേതൃത്വം ഏറ്റെടുക്കും. സ്പീക്കറുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ തീരുമാനമേ ഉണ്ടാകൂ എന്ന് വ്യക്തമായി. ഇടതുപക്ഷം ശരിയാണെന്ന് തോന്നിയെന്നും PC ജോർജ് പറഞ്ഞു. എനിക്ക് സ്പീക്കറിൽ നിന്ന് രാഷ്ട്രീയ തീരുമാനമല്ലാതെ നിഷ്പക്ഷമായ തീരുമാനം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം KPC പ്രസിഡന്റും മുഖ്യമന്ത്രി ഉൾപ്പെടെ സാക്ഷ്യം വഴി മുഖ്യമന്ത്രി അല്പം സത്യം പറഞ്ഞു. KPC പ്രസിഡന്റ് വളരെ മോശമായ നുണ തന്നെ പറയുകയായിരുന്നു. അതില്ലാത്ത അധികളാണ് പറഞ്ഞത്. ആ നിലയ്ക്ക് ഒരു കാരണവശാലും ഇത് തുടരുന്നതിൽ അർത്ഥമില്ല. ഞാൻ നിയമസഭയ്ക്കകത്ത് വന്നാൽ എന്റെ ധാർമ്മികമായ കടമയാണ് UDF അനുകൂലമായി വോട്ട് ചെയ്യുക. ഇത്രയും വലിയ കൊള്ള ഗവൺമെന്റിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ എന്റെ മനസാക്ഷി അനുവദിക്കില്ല. ആ സാഹചര്യത്തിൽ രാജിവെക്കണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. സനൽ ഫിലിപ്പ് വിശദാംശങ്ങളുമായി. സനൽ, PC ജോർജ് എപ്പോഴാകും രാജിക്കത്ത് നൽകുക? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും രാജിക്കത്ത് നൽകുന്നത് സംബന്ധിച്ച് അദ്ദേഹം ഇതുവരെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് രാജി ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് സ്പീക്കർ ഏകപക്ഷീയമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കറിൽ നിന്നും തനിക്ക് യാതൊരു തരത്തിലും നീതി ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വന്നാൽ രാജിവെക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാജിവെച്ച് എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറയും. ജനങ്ങളോട് തുറന്നു ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ KM മാണിയുടെയും അഴിമതിയും എല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞതിന് ശേഷം താൻ രാജിവെക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ LDFന്റെ പൊതുയോഗത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം LDF നേതാക്കളുമായി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള LDF നേതാക്കളുമായി അദ്ദേഹം വേദി പങ്കിടുകയും ചെയ്തു. ആ സമ്മേളനത്തിൽ അവിടെ വെച്ച് PC ജോർജ് വ്യക്തമാക്കിയിരുന്നു തന്റെ ഭാവി പരിപാടികൾ LDFുമായും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ആലോചിച്ച ശേഷമായിരിക്കും തന്റെ ഭാവി പരിപാടികൾ താൻ സ്വീകരിക്കുക എന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ താൻ രാജിവെക്കും. അതിനുശേഷം സെക്യുലർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ എപ്പോഴാണ് രാജിക്കത്ത് നൽകുക എന്നുള്ള കുറിച്ച് വ്യക്തമായ ഒരു സൂചന അദ്ദേഹം നൽകിയിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കുമെന്ന് PC ജോർജ് അറിയിച്ചിരിക്കുന്നു. ഇടതുപക്ഷമാണ് ശരിയായ പക്ഷം എന്ന് തനിക്ക് തോന്നിയതായും PC ജോർജ് അറിയിച്ചു. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. DGP ജേക്കബ് തോമസിനോട് വിശദീകരണം തേടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് ജേക്കബ് തോമസിനോട് വിശദീകരണം തേടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. സർക്കുലർ വിവാദത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിനാണ് ജേക്കബ് തോമസിനോട് വിശദീകരണം തേടുന്നത്. പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD-ആയി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പേരിലാണ് DGP ജേക്കബ് തോമസിനെതിരെ സർക്കാർ നടപടിക്ക് തീരുമാനിച്ചത്. മാധ്യമങ്ങളെ കണ്ടതിന്റെ പേരിൽ ജേക്കബ് തോമസിനോട് വിശദീകരണം ചോദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻകൂർ അനുമതിയില്ലാതെയാണ് ജേക്കബ് തോമസ് മാധ്യമങ്ങളോട് സംസാരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇത് സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ സർക്കാരിന് ക്ഷീണമുണ്ടാക്കുന്ന പരാമർശങ്ങളുണ്ട്.
ഈ സാഹചര്യത്തിൽ വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യത്തിന് മുൻതൂക്കം ലഭിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് DGP ആയിരിക്കെ താൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു ജേക്കബ് തോമസിന്റെ വിശദീകരണം. തന്നെ നിരന്തരം സ്ഥലം മാറ്റുന്നു എന്ന ആരോപണവും ജേക്കബ് തോമസ് ഉന്നയിച്ചു. ഇന്നസെൻ്റ് ആൾക്കാർ താമസിക്കുകയും അവർ സ്കൂളുകൾ ഹോസ്പിറ്റലൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ 8ാം നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇറങ്ങി ഓടാനൊക്കെ ഉള്ള പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയൊന്നും അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കണമെന്നുള്ള വിധത്തിലൊരു സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതിൻ്റെ കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ചെയ്യുകയും ചെയ്തിരുന്നു. ജേക്കബ് തോമസിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകാതിരുന്നതും വിവാദമായിരുന്നു. ചെയർമാൻ സ്ഥാനം നൽകി ആഭ്യന്തര വകുപ്പ് പിന്നീട് ഉത്തരവിറക്കുകയായിരുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ജോസഫ് C. മാത്യു എന്നിവർ. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, ജേക്കബ് തോമസിനെതിരെ ഒട്ടേറെ പരാതികൾ ഉയരുകയും അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ തലപ്പത്ത് നിന്ന് മാറ്റുന്നത് എന്നായിരുന്നു സെപ്റ്റംബർ 18-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്യാബിനറ്റ് ബ്രീഫിംഗിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം നൽകിയിരിക്കുന്ന മറുപടിയിൽ ജേക്കബ് തോമസിനെതിരെ രേഖാമൂലമായ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിലെ ജനങ്ങളോട് കള്ളം പറഞ്ഞത്? മുഖ്യമന്ത്രി കള്ളമാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയതാണ്. അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടേണ്ടതില്ല. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ബന്ധപ്പെട്ട പല കക്ഷികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫറൻസുകൾ നടക്കും, യോഗങ്ങൾ നടക്കും. അത്തരം യോഗങ്ങളിൽ പലതരത്തിലുള്ള പരാതികൾ ഉണ്ടായി എന്നിരിക്കാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്നിരിക്കാം. അതിനകത്തൊരു പക്ഷേ സർക്കുലറുകൾ അദ്ദേഹം ഇറക്കിയ സർക്കുലറുകൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിരിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള പരാതികളാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ എൻ്റെ കയ്യിൽ എഴുതി പരാതി കിട്ടി എന്ന് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഭരണത്തലവനെ സംബന്ധിച്ചിടത്തോളം പരാതി പല രൂപത്തിൽ വരാം. യോഗങ്ങളിൽ വെച്ച് ആളുകൾ ഉന്നയിക്കുന്ന പരാതിയാകാം, വാക്കാൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു പറയുന്ന പരാതികളാകാം, അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെടുന്നിട്ടുള്ള പ്രശ്നങ്ങളാകാം. അപ്പോൾ ഏതെങ്കിലും കാരണങ്ങളാൽ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉദ്യോഗസ്ഥനെ അവർക്ക് മറ്റ് കുറെ കൂടിയും വേറൊരു തലങ്ങളിലേക്ക് മാറ്റി നിയമിക്കുന്നതിനോ അതിനകത്തൊരു റീഅറേഞ്ച്മെന്റുകൾ നടത്തുന്നതിനോ ഭരണതലത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ ഒന്ന്, ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയ പ്രശ്നമല്ല. 1985 കേഡറിലെ IPS ഉദ്യോഗസ്ഥനായ DGP റാങ്കിലിരിക്കുന്ന സുപ്രധാന പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയ കാര്യമാണ്. അതിങ്ങനെ വളരെ ലാഘവത്തോടു കൂടി വാക്കാൽ ഉള്ള പരാതിയാൽ നോക്കൂ സാധിക്കുമോ? സർക്കാരിന് തീർച്ചയായും ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇത് ഒരു ശിക്ഷാ നടപടി പോലെയുള്ള സ്ഥലം മാറ്റമായിരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപടി ഉദ്ധരിച്ചാൽ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് ഈ ഉദ്യോഗസ്ഥനെ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനാകും എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതേ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. അതായത് ഈ മാറ്റം ഒരു ശിക്ഷാ നടപടി കൂടിയായിരുന്നു. അങ്ങനെ ഒരു ശിക്ഷാ നടപടി എടുക്കാൻ മാത്രം ഉള്ള ഒരു പരാതിയും ലഭ്യമായിട്ടില്ല എന്ന് നിന്ന് വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ വാക്കാൽ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഇത്ര പ്രധാനമായ ഒരു നടപടിക്രമത്തിലേക്ക് ഒരു സർക്കാരിന് കടക്കാൻ കഴിയുമോ? ഈ ശിക്ഷാ നടപടിയായിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. അദ്ദേഹത്തിനൊരു ശിക്ഷാ നടപടിയായിരുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇരുന്നിരുന്ന ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി മറ്റൊരു ചുമതലയിലേക്ക് ഏൽപ്പിക്കേണ്ടത് ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം. അതേതെങ്കിലും അദ്ദേഹത്തിനെ പോലെ തന്നെയുള്ള ഒരു DGP അലക്സാണ്ടർ തോമസ് പണ്ട് ഇരുന്നിരുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. അതുകൊണ്ട് അതൊരു ശിക്ഷാ നടപടിയായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വ്യാഖ്യാനിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനോടാണ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരുപോലെ തന്നെയാണ്. ശിക്ഷാ നടപടിയായിരുന്നു എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വെർബാറ്റിം കോട്ട് ചെയ്യുകയാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് ഈ ഉദ്യോഗസ്ഥനെ എങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കാനാകും? ഇത് മുഖ്യമന്ത്രിയുടെ ചോദ്യമാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാവാം. മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഭരണതലത്തിൽ പല ആളുകളോടും പലരോടും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, പല വിഭാഗം ആളുകളോടും. അത്തരത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരുപക്ഷെ ഭരണപരമായിട്ടുള്ള സൗകര്യാർത്ഥം ഉദ്യോഗസ്ഥന്മാരെ മാറ്റിപ്രതിഷ്ഠിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യമല്ല. ഇവിടെ ഇടതുപക്ഷ ഭരണകാലഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിമാരെ പോലും അത്തരം സർക്കാരിന്റെ പ്രൊറോഗേറ്റീവാണ്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന വിഷയത്തിൽ തീർച്ചയായും സർക്കാരിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചല്ല ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റമെങ്കിൽ ഭരണകൂടം അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കും, മാറ്റും. അതിൽ അത്ഭുതത്തിന് അവകാശമുണ്ടോ?
ഒന്നാമത്തെ കാര്യം, ഈ എന്റെ പ്രിയ സുഹൃത്ത് ജോസഫ് വാഴക്കൻ പറയുന്ന പോലെ ഇത് ശിക്ഷണ നടപടിയല്ല എന്ന് പറയുന്നത് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല. കാരണം ശിക്ഷണ നടപടി അല്ലെങ്കിൽ ഈ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇത് ഭരണപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാക്കി അദ്ദേഹത്തെ മാറ്റിയതാണ്. എന്നാൽ അതിന് പകരം അദ്ദേഹം പറഞ്ഞതെന്താ, അദ്ദേഹത്തെ പറ്റി നിരവധി പരാതികൾ കിട്ടി എന്ന് പറഞ്ഞാൽ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റുന്നതെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷണ നടപടി ഇല്ലാതെ പിന്നെ എന്താണ്? അതുപോലെ തന്നെ ഇത്തരം ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ ജനവിരുദ്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ വെച്ചിട്ടിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിനുശേഷം എടുക്കുന്ന നടപടി സ്വാഭാവികമായിട്ടും അത് ശിക്ഷണ നടപടി അല്ലാതെ പിന്നെ എന്താണ്? അപ്പോ ഈ ഉദ്യോഗസ്ഥനെതിരായി നടത്തിയിരിക്കുന്ന ശിക്ഷണ നടപടി തന്നെയാണ് ഈ സ്ഥലം മാറ്റലും തരം താഴ്ത്തലും എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ, ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്താണ്? ഈ ഉദ്യോഗസ്ഥൻ ഏത് വിഭാഗം ആളുകൾക്കെതിരെയാണ് പ്രവർത്തിച്ചത്? ഈ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനായിരുന്നോ? ഈ ഉദ്യോഗസ്ഥൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും റൂളോ ഏതെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ പരിശോധിക്കുമ്പോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഈ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, കൈക്കൂലി വാങ്ങാത്ത, അഴിമതിക്കാരനല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അത്തരം ഉദ്യോഗസ്ഥൻ ജനവിരുദ്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം അഴിമതി വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധൻ എന്നുള്ള അർത്ഥം. ശരി, തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. ശ്രീ ജോസഫ് സി മാത്യു, ജനഹിതമനുസരിച്ചാണ് ഈ തീരുമാനമെടുത്തത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കി എന്നും പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ ഫയർഫോഴ്സിന്റെ ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല, DGPയുടെ സർക്കുലർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ ഇതേ സർക്കുലർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെയുള്ള ഫയർഫോഴ്സ് വിഭാഗം മരം വെട്ടി നീക്കുന്നതിനും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും സഹായിച്ചില്ല. 3, ഇതേ കാര്യം പത്തനംതിട്ട മണ്ണാറക്കുളത്തും സംഭവിച്ചു. ഇങ്ങനെ സർക്കാരിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുമ്പോൾ അതിന് യുക്തമായ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അതിൽ രേഖാമൂലമുള്ള പരാതി ഇല്ല എന്നുള്ളതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭരണപരമായ നടപടി എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അഭിലാഷ്, ഇവിടെ നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ MLA പറഞ്ഞത് കുറേ കാര്യങ്ങൾ സാങ്കേതികമായി ശരിയാണ്. രേഖാമൂലം പരാതി ലഭിക്കേണ്ടതില്ല. പക്ഷേ ഒരു കാര്യം, ശിക്ഷാ നടപടിയാണെന്നുള്ളത് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞതാണ് എന്ന് മാത്രമല്ല, ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഉദ്യോഗസ്ഥൻ ഏതാണ്ട് ഒരു ആൻറ്റി സോഷ്യലാണ് എന്നുള്ള രീതിയിൽ സത്യത്തിൽ വളരെ ഡിഫമേറ്ററി ആയിട്ടാണ് ആ പ്രസ്താവന നടത്തിയത്. അത് നമുക്ക് വിടാം, അതിന് മറുപടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ സാങ്കേതികമായിട്ട് ഒരു പരാതി എഴുതി കിട്ടിയാൽ മാത്രമേ ഗവൺമെൻറ് നടപടി എടുക്കാവൂ എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ നമുക്കൊന്ന് നോക്കാം, ഈ ഗവൺമെൻറ് എപ്പോഴും പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്നാണ്. ഇവിടെ കൊഗ്നിസബിൾ ഒഫൻസുകൾ പലത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കേട്ടറിഞ്ഞാൽ നടപടി എടുക്കണം, എടുത്തില്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്നുള്ളിടത്ത് ഈ ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? ഉദാഹരണത്തിന് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർക്കെതിരായിട്ട് വന്ന അഴിമതി ആരോപണം തന്നെ എടുക്കാം. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആണല്ലോ. എന്ത് നടപടിയാണ് എടുത്തത്? രേഖാമൂലം പരാതി ലഭിക്കണമെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ രേഖാമൂലം പരാതി കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് അന്വേഷണം വേണോ വേണ്ടായോ എന്ന് തീരുമാനിച്ചത്. ആ സർക്കാരാണ് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. എന്താണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റ്? നമ്മൾ നോക്കേണ്ടത്, ഒരു ഫ്ലാറ്റിനും ഇദ്ദേഹം സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ല. നിയമപരമായി ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെക്നിക്കൽ വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമല്ല, ടെക്നിക്കൽ വിഭാഗം ചൂണ്ടിക്കാണിച്ച പിഴവുകൾ അത് പരിഹരിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്താവൂ എന്ന് പറഞ്ഞതാണോ പാതകം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു NOC വാങ്ങണം ഈ കെട്ടിടങ്ങളെല്ലാം. ആ NOC വാങ്ങണമെങ്കിൽ ഒരു ഫീസ് കെട്ടണം. ആ ഫീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഏതാണ്ട് 70 കോടിക്ക് മുകളിൽ വരും. ഈ ഫീസ് സർക്കാരിന് ലഭിക്കാനുള്ള ഈ ഫീസ് ഈ ഫ്ലാറ്റ് ഉടമകളും മറ്റ് വലിയ ഹോസ്പിറ്റൽ ഉടമകളും ഒന്നും കെട്ടിയിട്ടില്ല. അങ്ങനെ ഏതാണ്ട് 100 കോടിയോളം വരുന്ന, ഒരു സാമ്പത്തിക വർഷത്തിൽ 100 കോടിയോളം വരുന്ന ഒരു അഴിമതി കഥയുടെ മറ പിടിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇവിടെ നിയമം പോകുന്നത് ഏത് വഴിക്കാണെന്ന് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷൻ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ വിശദീകരണം ചോദിക്കുമെന്ന് പറയുന്നു. എന്തിനാണ് വിശദീകരണം ചോദിക്കുന്നത്? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഇദ്ദേഹം ഇനിയും വാ പൊളിക്കും എന്ന് പേടിച്ചിട്ടാണ് വിശദീകരണം ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്നലെ നടത്തിയ പ്രതികരണത്തിൻ്റെ പേരിൽ ഒരു നടപടിയും ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ കഴിയില്ല. സിവിൽ സർവീസുകാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് അനുമതി വാങ്ങണം എന്നൊരു ചട്ടം നിലവിലില്ല. അതെല്ലാ മന്ത്രിമാർക്കും അറിയാം. സുരേഷ് കുമാറിനെതിരെ കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത കേസ് ഹൈക്കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ ഒരു നടപടി എടുക്കാൻ കഴിയില്ലെന്ന് ഏറ്റവും നന്നായിട്ട് വിജിലൻസിൽ നിന്ന് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് ജേക്കബ് തോമസിനെ മാറ്റിയത് തന്നെ
സർക്കാരിന് അലോസരമുണ്ടാക്കിയത് കൊണ്ടാണ് എന്ന ആരോപണം അക്കാലത്ത് വളരെ ശക്തമായിരുന്നു. അദ്ദേഹത്തിന് വെറും 2 മാസമേ ആ ചുമതലയിലും ഇരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 2 വർഷത്തിനുള്ളിൽ 5 തവണയാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥാനം മാറ്റപ്പെടുന്നത്. ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത്രയ്ക്ക് പ്രശ്നമാണോ സർക്കാരിന്? ഈ ഉദ്യോഗസ്ഥൻ ആ 2 മാസത്തിനുള്ളിൽ ഇറക്കിയിട്ടുള്ള എല്ലാ സർക്കുലറുകളും ഈ സർക്കാർ വേണ്ട എന്ന് വെക്കുന്നു, റദ്ദാക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കൂട്ടിയ ഫീസ് പഴയപടിയാക്കുന്നു എന്ന് മാത്രമല്ല, ക്യാൻറ്റീൻ തുടങ്ങാനുള്ള തീരുമാനം പോലും പുനഃസ്ഥാപിക്കുകയാണ്. അത്തരത്തിൽ ഈ സർക്കാരിന് അങ്ങേയറ്റം ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരാളായി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മാറുന്നത് എങ്ങനെയാണ്? അങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരാളാണ് ജേക്കബ് തോമസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിർത്തിയിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവിടെ എന്തോ അലോരസമുള്ളത് കൊണ്ടാണ്. അത് അദ്ദേഹത്തിന് പ്രൊമോഷൻ്റെ ഡ്യൂ ആയപ്പോൾ അദ്ദേഹം DGP ആയി മാറിയപ്പോൾ അവിടെ DGP സ്ഥാനത്ത് സീനിയറായിട്ടുള്ള വിൻസെൻ്റ് എം പോൾ അവിടെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് 2 DGPമാർക്ക് ഡയറക്ടർമാരായിട്ട് ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്വാഭാവികമായും മറ്റൊരു വകുപ്പിലേക്ക് അദ്ദേഹം മാറേണ്ടി വന്നത്. അത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അവിടെ നിന്നും ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷണ നടപടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാഷണൽ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായി ശ്രമിച്ചു. കേരളത്തിൽ വർഷങ്ങളായി കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചാണ് ഇവിടെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന ഫ്ലാറ്റ് മാഫിയ എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഈ ഫ്ലാറ്റുകൾ മുഴുവൻ കെട്ടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അവർ അഡ്വാൻസ് പൈസ കൊടുത്താണ് മിക്കവാറും എല്ലാ ഫ്ലാറ്റുകളും ഉണ്ടാക്കുന്നത്. ഫ്ലാറ്റ് ഉടമകളൊക്കെ വെറും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല മാത്രമുള്ള ആളുകളായിട്ടാണ് ഇതിൻ്റെ കണക്കുകളിൽ വരുന്നത്. ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥർ അത് വാങ്ങുന്ന ആളുകൾ സാധാരണക്കാർ മുൻകൂർ പൈസ കൊടുത്താണ് ഈ ഫ്ലാറ്റുകൾ മുഴുവൻ പണിയുന്നത്. അത് പണി കഴിയുമ്പോഴേക്കും അവർക്ക് ആ ഫ്ലാറ്റ് കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അതിന് പരാതിയുമായിട്ട് വന്നാൽ അവിടെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിന് അത്തരം കാര്യങ്ങളിൽ ചില പരിഗണനകളൊക്കെ കൊടുക്കാൻ നിർബന്ധിതമായി എന്നിരിക്കാം. പക്ഷേ ശ്രീ ജേക്കബ് തോമസിനെ സംബന്ധിച്ച് എനിക്ക് നല്ല അഭിപ്രായമുള്ള ഓഫീസറാണ്. ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അന്വേഷണവും നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഒരു വിശദീകരണം തേടുന്നതിലും അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ തച്ചങ്കരിയൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടതാണല്ലോ. അയാൾ നടത്തിയിട്ടുള്ളതുപോലെ അവിടുത്തെ ജീവനക്കാരെ വിളിച്ചുകൂട്ടി അവരുടെ യോഗം വിളിച്ചു കൂട്ടുക, അവിടെ പ്രസംഗിക്കുക, ഗവൺമെൻറ്റിനെതിരെ അനാവശ്യങ്ങൾ പറയുക. എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അതിൻ്റെ 4-1 ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജേക്കബ് തോമസിനോട് വിശദീകരണം ചോദിക്കുന്നത്? അതുകൊണ്ട് ജേക്കബ് തോമസിനോട് വിശദീകരണം ചോദിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് 1% യോജിപ്പില്ല. കാരണം അദ്ദേഹം അങ്ങനെ വലിയ അപകടകരമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിശ്വസിക്കുന്ന നാഷണൽ ബിൽഡിംഗ് റൂൾസിൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം. അത് പെട്ടെന്ന് കേരളത്തിൽ ഒരു ദിവസം കൊണ്ട് നടത്താൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ആ തീരുമാനം പൂർത്തീകരിക്കുന്നതിന് മുൻപ് എന്നെ മാറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് എന്നെ മാറ്റി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ജേക്കബ് തോമസ് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്ന പ്രശ്നം ഉണ്ട്. താങ്കൾ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം DGP ആയി പ്രൊമോട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ ഫയർ ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് മാറ്റിയതെന്ന്. ശരിയാണ് സാങ്കേതികമായി, പക്ഷേ അത് അദ്ദേഹത്തിന് ബോധ്യമില്ലല്ലോ. അദ്ദേഹം പറയുന്നത് വിജിലൻസ് കേരള ഞാൻ തുടങ്ങി ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റി, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് ഞാൻ ചില നടപടികൾ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും എന്നെ മാറ്റി. കൃത്യമായി ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തായിരിക്കുമല്ലോ ന്യായമായും ശരി. അദ്ദേഹം ചില കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അതിനകത്ത് ഗവൺമെൻറ്റിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എല്ലായിടത്തും ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായി പ്രവർത്തിക്കാൻ കഴിയാതെ പലപ്പോഴും ചില തരത്തിലുള്ള പ്രായോഗികമായ ചില സമീപനങ്ങൾ, ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ എല്ലാവർക്കും അതിനാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റും ഒരു ഭരണകൂടവും ഇരിക്കുന്നത്. അവർക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. അത്തരം അവകാശങ്ങളും അധികാരങ്ങളും ആ ഗവൺമെൻറ് അത് പ്രയോഗിക്കാൻ നിർബന്ധിതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായോഗികമായിട്ടുള്ള അത്തരം ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കേണ്ടത്. അല്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം ഇറക്കിയിട്ടുള്ള സർക്കിളുകൾ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്തതാകാം. ഒരു തരത്തിലും ജേക്കബ് തോമസിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നോക്കൂ, അദ്ദേഹം
നാഷണൽ ബിൽഡിംഗ് കോഡ് ഇവിടെ ഇൻവോക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾ, ആ 2 മാസം കേരളത്തിൽ ബിൽഡർമാരെ സംബന്ധിച്ച് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാത്ത സാഹചര്യം സംജാതമായി. ഒന്ന്, NBC മാൻഡേറ്ററി അല്ല. കേരള ബിൽഡിംഗ് റൂൾസിൽ പറയുന്ന എല്ലാ നടപടിക്രമങ്ങളിലൂടെയും കടന്നുപോയി എല്ലാ നിയമങ്ങളും പാലിച്ച് കെട്ടിടം നിർമ്മിക്കാൻ വരുന്ന ആളുകൾക്ക് പക്ഷേ അതിനുള്ള ഫയർ വിഭാഗത്തിൻ്റെ NOC കിട്ടാത്ത സാഹചര്യം വരുന്നു. നിർമ്മാണ മേഖലയാകെ തന്നെ സ്തംഭിക്കുന്നു. നോക്കൂ, ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇടപെടാതെ ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൊള്ളട്ടെ എന്ന് നിലപാടെടുക്കാൻ പറ്റുമോ? അഭിലാഷേ, ആ പറയുന്നത് ശരിയല്ല. അദ്ദേഹം കേരളത്തിൽ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് രേഖാമൂലം പരാതി നൽകാൻ കഴിയാത്തത്. ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായ സമയത്ത് ബിൽഡേഴ്സ് ഫോറത്തിൻ്റെ ആൾക്കാരും കൂടി ഒന്നിച്ചിരുന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവർക്ക് പരാതി ഉണ്ടെന്നുള്ള കാര്യം അവർ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞതാണ്. അങ്ങനെ പരാതിയുള്ളവർ എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുക്കാത്തത്? കാരണം രേഖാമൂലം ഒരു പരാതി കൊടുക്കാനോ ആ പരാതിയുടെ മേളിൽ നടപടിയെടുക്കാനോ ഗവൺമെൻറ്റിന് കഴിയില്ല. ആ കടലാസ് ഫയലിൽ സൂക്ഷിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനേ ഗവൺമെൻറ്റിന് കഴിയൂ. ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളാൽ ആണ് നടപടിയെടുക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് അത് രേഖാമൂലം രേഖപ്പെടുത്താതിരുന്നത്. ഇത്രയും കോൺട്രവേഴ്ഷ്യലായ ഒരു ഇഷ്യൂവിൽ ഫയലിൽ എൻട്രി ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. സർക്കാരിന് ചില അവകാശങ്ങളുണ്ട്, പക്ഷേ ജനങ്ങൾക്കും ഇപ്പോൾ ചില പുതിയ അവകാശങ്ങളുണ്ട്. വി ഹാവ് ദ റൈറ്റ് ടു നോ. ഞങ്ങൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് ഈ നടപടിയെടുത്തത്? ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് പറയണ്ടേ ഗവൺമെൻറ്? അതോ ഗവൺമെൻറ്റിന് ചില അവകാശങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അങ്ങനെ അടങ്ങിയിരിക്കുകയാണോ ചെയ്യേണ്ടത്? അത് മാത്രമല്ല ശ്രീ ജോസഫ് വാഴക്കൻ, ഈ കെട്ടിട നിർമ്മാതാക്കളുടെ പ്രതിനിധികൾ പല തവണ തങ്ങളുടെ ആക്ഷേപവുമായി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അവരുടെ ആക്ഷേപം ന്യായമാണെങ്കിൽ ഇപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കൃത്യമായി എഴുതിയ പരാതി നൽകാം. അതിന് യാതൊരു തടസ്സവുമില്ല. ഇത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ ഈ നാട്ടിലില്ലാത്ത ഒരു നിയമം അടിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസ് പ്രകാരം എല്ലാ അനുമതിയും ലഭ്യമാക്കാവുന്ന കെട്ടിടങ്ങൾക്ക് ഇവിടെ പണിയാനുള്ള അനുമതി അല്ലെങ്കിൽ NOC കിട്ടുന്നില്ല എങ്കിൽ നിശ്ചയമായും ഈ ഉദ്യോഗസ്ഥനെ അവർ കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഒരു തരത്തിലുള്ള നിയമ നടപടിക്കും എന്തുകൊണ്ടാണ് ഈ കെട്ടിട നിർമ്മാതാക്കൾക്ക് സാധ്യമാകാതെ പോയത്? അത് മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥന് നാട്ടിലില്ലാത്ത നിയമം എവിടെയെങ്കിലും അടിച്ചേൽപ്പിക്കാനോ നടപ്പാക്കാനോ പറ്റുമോ? ഇതിന് കോടതിക്ക്, അതിനിവിടെ ഗവൺമെന്റ് ഉണ്ടല്ലോ. ഒരു കോടതിയിലേക്ക് എന്നാൽ കോടതി ആദ്യം എന്താ പറയുന്നത്? നിങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് പോകാനാ പറയുന്നത്. വ്യവസ്ഥാപിതമായ മാർഗത്തിൽ നിങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ ആദ്യം പരാതിപ്പെടുക. ഗവൺമെന്റ് അതിന് ആ പരാതി നിങ്ങളെ കേൾക്കുന്നില്ല, ഗവൺമെന്റ് നിങ്ങളുടെ പരാതി തള്ളിക്കളയുന്നുവെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരാനാ ഏത് കോടതിയും പറയാറുള്ളൂ. അതല്ലാതെ ആദ്യമേ ഒരു കേസ് വന്നാൽ, അവർക്കൊരു ആവശ്യം വന്നാൽ ആദ്യമേ കോടതിയിലേക്ക് അല്ല പോകുന്നത്. അതിനാണല്ലോ ഒരു ഗവൺമെന്റ് ഉള്ളത്. ഗവൺമെന്റിന്റെ മുമ്പിൽ അവർ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഗവൺമെന്റിന് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് അവർക്ക് ഫ്ളാറ്റുകൾ കൈമാറ്റം നടത്താനോ അവർക്ക് ഫ്ളാറ്റുകൾ ലഭിക്കുവാനോ അതിന് നമ്പർ ഇട്ട് കിട്ടുവാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അവരുടെ എല്ലാം പരാതികൾ വന്നു. അതൊന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ചട്ടവിരുദ്ധമായ പ്രവർത്തനമാണ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത് എന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ ഈ വാക്കാലുള്ള പരാതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതുവരെ നടത്തിയിട്ടുള്ള ക്യാബിനറ്റ് ബ്രീഫിങ്ങുകളിൽ ഇത്ര ശകാര വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഉദ്യോഗസ്ഥനെ വിശേഷിപ്പിച്ചിട്ടുള്ള വേറൊരു സന്ദർഭം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹം ഇത്ര കഠിനമായി വിമർശിച്ചിട്ടുണ്ടാകില്ല. ഇത്ര കഠിനമായ വിമർശനവും കുറ്റപത്രവും അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥന് വാർത്താ സമ്മേളനത്തിൽ നൽകിയ മുഖ്യമന്ത്രി, അദ്ദേഹം ഏത് ചട്ടത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുകയോ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി കടന്നു പോവുകയോ ചെയ്തത് എന്നുകൂടി പറയണ്ടേ? അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചുകൊണ്ട് കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുത്തിരുന്നില്ല. കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചുകൊണ്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ബിൽഡിംഗ് റൂളിനകത്ത് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട നേരത്തെ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് കൊടുത്തിരുന്ന സർക്കുലറിനകത്ത് അദ്ദേഹം നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെതായ താമസമെടുക്കും. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ജേക്കബ് തോമസും ചേർന്നുകൊണ്ട്
കേരളത്തിലെ ഫയർഫോഴ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഏതാണ്ട് 171 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു, സ്കൈ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ നടത്തി. അതൊക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമുക്കതിന് സമയം വേണ്ടി വരും. ആ സമയത്തിന് മുമ്പ് ഇതെല്ലാം ഒരൊറ്റ അടിക്ക് ചെയ്തിട്ട് മാത്രം ഇതെല്ലാം ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കീഴ്വഴക്കം ഒരു കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് അതിനോട് അദ്ദേഹം സഹകരിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ്. മാധ്യമങ്ങളോട് വെറുതെ എന്തെങ്കിലും സംസാരിച്ചു എന്നുള്ളതല്ല. ജനഹിതമനുസരിച്ചാണ് മാറ്റിയത് എന്ന് മുഖ്യമന്ത്രിയുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനതാൽപര്യമാണ് പ്രവർത്തിച്ചത് എന്നാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ തീരുമാനമെടുത്ത ഘട്ടത്തിലാണ് എന്നെ മാറ്റിയത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും ഒരു കുറ്റപത്രം കൊടുക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങിയാൽ അതിലൊരു വിശദീകരണം പോലും ചോദിക്കാതെ സർക്കാരിന് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമോ? അതായത് ഒരു ഉദ്യോഗസ്ഥൻ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സർക്കാരിന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റൂ. ഇവിടെ നേരത്തെ ശ്രീ ജോസഫ് ടി മാത്യു പറഞ്ഞ പോലെ നിയമവിരുദ്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുട്ടുമടക്കാണ്. ഈ ഉദ്യോഗസ്ഥൻ സത്യം പറഞ്ഞാല് ഈ നമ്മുടെ നാട്ടിൽ പിന്നെ ബിൽഡിംഗ് റൂൾസ് ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ എന്നതിലും മാത്രമേ അറിയാൻ പറ്റൂ. ഏതെങ്കിലും മന്ത്രിമാരാണോ സാങ്ഷൻ കൊടുക്കുന്നത്? സാങ്ഷൻ കൊടുക്കുന്ന റൂളുകൾ ലംഘിച്ചിട്ടുണ്ടോ എന്നും നോക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിൽ നിലവിലുള്ള ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ അതിനെ ശ്ലാഘിക്കുന്നതിന് പകരം ആ ഉദ്യോഗസ്ഥൻ ജനവിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇനി ഇവിടെ ജോസഫ് വാഴക്കൻ പറഞ്ഞ പോലെ ഫ്ളാറ്റ് ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്തു. നിങ്ങൾ ഈ ഗവൺമെന്റ് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ റാറ്റിഫൈ ചെയ്യുന്ന നിയമ ഭേദഗതികൾ നിയമസഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ലേ? നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ഗവൺമെന്റ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭേദഗതി വരുത്താൻ ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി നിങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരണം. അതിന് പകരം നിങ്ങൾ പാസാക്കിയിരിക്കുന്ന നിയമം നടപ്പാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥൻ, കാശ് കൊടുത്തപ്പോൾ ചട്ടം ലംഘിക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ജനവിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ആരോട് താല്പര്യമാണ്? എന്ത് ജനഹിതമാണ് അതിനകത്തുള്ളത്? മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ ഞാൻ നേരത്തെ ചോദിച്ചത് ഏത് ചട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ലംഘിച്ചിരിക്കുന്നത്? ശരി, ആ ചോദ്യം തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ ഉത്തരം നൽകുന്ന ചോദ്യമായിരിക്കും. അതിനു മുൻപ് ശ്രീ ജോസഫ് സി മാത്യു, നോക്കൂ, ഇവിടെ ഈ ഉദ്യോഗസ്ഥന്റെ സർക്കുലർ പ്രകാരം ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ 30 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിലേക്ക് 18 മീറ്റർ വീതിയുള്ള വഴി വേണം എന്ന് പറയുന്നു. 60 മീറ്ററിൽ കൂടുതലാണെങ്കിൽ 30 മീറ്റർ വരെ വീതിയുള്ള വഴി എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത്. 3 നിലയ്ക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് സ്വന്തമായി അഗ്നിശമന സംവിധാനങ്ങൾ വേണം. അത് 60 മീറ്ററിന് മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ മുകളിൽ ഹെലിപ്പാഡ് അടക്കം വേണം. അങ്ങനെ ഇദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കിയാൽ ഇവിടെ ഒരു കെട്ടിടം പോലും നിർമ്മിക്കാൻ പറ്റില്ല. കേരളത്തിൽ സാങ്കേതികമായി അത് അസാധ്യമാണ് എന്നുള്ളതാണ് ബിൽഡർമാരുടെ വാദം. നോക്കൂ, എല്ലാ കെട്ടിട നിർമ്മാതാക്കളും മാഫിയകളാണ് എന്ന് ആരോപിക്കാൻ സാധിക്കുകയില്ലല്ലോ. പാർപ്പിട രംഗത്താകട്ടെ, റിയൽ എസ്റ്റേറ്റ് രംഗത്താകട്ടെ, IT രംഗത്താകട്ടെ, മറ്റ് ഹോസ്പിറ്റലുകളും സ്കൂളുകളും കെട്ടുന്ന രംഗത്താകട്ടെ, ഇവിടെയൊക്കെ ഒരു സമ്പൂർണ്ണമായ നിശ്ചലാവസ്ഥ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അഭിലാഷെ, മാഫിയ എന്നൊരു പദമേ ഞാൻ ഉപയോഗിച്ചില്ല. ഈ ചർച്ചയിൽ ശ്രീ ജോസഫ് വാഴക്കൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന് ലെജിസ്ലേറ്റീവ് പവർ ഇല്ല. അദ്ദേഹം പുതിയ നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇത് പക്ഷേ ഇതിങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ആ ഉദ്യോഗസ്ഥൻ വരികൾക്കിടയിലൂടെ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹോം സെക്രട്ടറിയും കൂടെ പങ്കെടുത്ത പല മീറ്റിങ്ങുകൾ ഇവിടെ നടന്നു. ഞാൻ വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് അല്ല. കാരണം ഫയലിൽ അങ്ങനെ ഒരു എൻട്രി ഇല്ല. ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായിട്ടൊരു കാര്യം ഈ ഉദ്യോഗസ്ഥൻ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനെ സമീപിക്കാൻ കോടതി പറയും. എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ സമീപിക്കുക? ഒരു പരാതി നൽകണ്ടേ? എന്തുകൊണ്ടാണ് പരാതി നൽകാത്തത്? എഴുതി നൽകാവുന്ന പരാതി ഇവർക്ക് നൽകാൻ കഴിയില്ല. അതോ ഇങ്ങനെ വാക്കാൽ പറയുകയാണോ ചെയ്യുക? ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ഇതിന് മറുപടി നൽകുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രകാരമാണെന്ന് പറയാമല്ലോ. MLA പറഞ്ഞ പ്രകാരമാണെങ്കിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വാക്കാൽ ലഭിച്ച പരാതി. ഈ മീറ്റിങ്ങിന് മിനിറ്റ്സ് ഉണ്ടോ? ആ മിനിറ്റ്സിൽ പറഞ്ഞാൽ മതിയല്ലോ. ഈ പറഞ്ഞതൊന്നും അവിടെ ഇല്ല.
ഈ പറയുന്നതെല്ലാം പുറമേക്ക് ഇവർ വന്ന് പറയുന്ന ചില ഊഹാപോഹങ്ങളാണ്. ഒരു പുതിയ ചട്ടവും ശ്രീ ജേക്കബ് തോമസ് നിർമ്മിച്ചില്ല, ഒരു പുതിയ നിയമവും നിർമ്മിച്ചില്ല. നിലവിലുള്ള നിയമപ്രകാരം ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇപ്പോഴും നമ്മൾ പറയുന്നത് ഈ സ്റ്റോപ്പ് മെമ്മോ ആർക്കും നൽകിയിട്ടുമില്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ NOC പ്രകാരം പിടിച്ചെടുക്കാനുള്ള 70 കോടിക്ക് മുകളിലുള്ള തുക പിരിച്ചെടുക്കണമെന്ന് ഈ ഉദ്യോഗസ്ഥന് ഒരു കത്ത് ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്. ആ കത്താണ് ഈ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പ്രേരകമായത്. നിങ്ങൾ അന്വേഷിച്ചോളൂ, ആ കത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കും. അങ്ങനെ ഒരു കത്ത് കൊടുത്തതാണ് ജോസഫ് വാഴക്കൻ ജേക്കബ് തോമസും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയും ഫ്ളാറ്റ് ഉടമകളും ആഭ്യന്തര സെക്രട്ടറിയും പങ്കെടുത്ത യോഗം പലതവണ നടന്നു എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തെ ഫ്ളാറ്റ് ഉടമകൾക്ക് മുഖ്യമന്ത്രിയെ വന്ന് കണ്ടുകൂടാ, അവരുടെ പരാതി പറഞ്ഞുകൂടാ എന്നൊന്നുമില്ല. പക്ഷേ ഈ യോഗത്തിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രിക്ക് അവരുടെ ആക്ഷേപങ്ങൾ ബോധ്യപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെ നീക്കിയിട്ടുണ്ടാകുക. കൃത്യമായി എന്താണ് അവരുടെ അനോമലി? എന്താണ് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്താണ് എന്ന് വസ്തുതാപരമായി പറയാൻ ഈ സർക്കാരിന് കഴിയണ്ടേ? ഈ 70 കോടിയുടെ കണക്കൊക്കെ ജോസഫ് സീസ്മാത്യുവിൻ്റെ ഭാവനാ സൃഷ്ടിയാണ്. അതൊന്നുമല്ല അതിനകത്തെ പ്രശ്നങ്ങൾ. എത്രയോ ആളുകൾ നാട്ടിൻപുറത്തൊക്കെയുള്ള ആളുകൾ പല കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരനും താമസിക്കുന്നത്, അവരെല്ലാം പരാതിയായിട്ട് നിന്നിരുന്നു. ശ്രീ ജേക്കബ് തോമസ് ഇതെല്ലാം മനഃപൂർവ്വമായി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അദ്ദേഹത്തിന് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ട്രസ്റ്റ് ഇടാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുള്ളതുപോലെ വേറൊരു ഭരണാധികാരിയും അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടില്ല. എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം ശ്രീ ജേക്കബ് തോമസിനെ എനിക്ക് അത്രമാത്രം അടുത്തറിയാവുന്ന ആളാണ്, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അത്രയും സത്യസന്ധനായ നല്ല ഓഫീസറാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രായോഗികതയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു പ്രായോഗികതയുടെ ഭാഗത്ത് നിൽക്കാറില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായി ഞാൻ കാണാറുള്ള ഒരാളാണ്. ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പരാതികൾ പറയുമ്പോൾ അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതല്ലാതെ ആ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാരണവശാലും ശിക്ഷിക്കണമെന്ന് അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ഒരു പക്ഷേ വലിയ ഗ്ലാമർ പോസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ പോലെ ഒരു DGP ഇരുന്ന പോസ്റ്റാണ്. അവിടെ അലക്സാണ്ടർ തോമസ് ഇരുന്ന പോസ്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, അലക്സാണ്ടർ ജേക്കബ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഗ്ലാമർ പോസ്റ്റ് അല്ല എന്ന് തോന്നിയെന്നിരിക്കാം. അതിന് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ നല്ല ഓഫീസറാണ് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉള്ള ഒരാളാണ്. പക്ഷേ പ്രായോഗികമായി ചില കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് സഹകരിക്കേണ്ടി വന്നില്ല എങ്കിൽ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ചില റീഅറേഞ്ച്മെൻറ്റുകൾ നടത്തും. അതാണ് സംഭവിച്ചത്. അദ്ദേഹം ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായവും വലിയ തെറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. കാരണം കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി. ജോസഫ് വാഴക്കൻ ഒരിക്കൽ കൂടി ഞാൻ ഇടപെടുകയാണ്. മുൻപ് ചോദിച്ച ചോദ്യം തന്നെ ഒരു അല്പം ഭേദഗതിയോടുകൂടി ചോദിക്കുകയുമാണ്. ഭരണപരമായ റീഅറേഞ്ച്മെന്റ് വരുത്താം സർക്കാരിന്. മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റ് ബ്രീഫിംഗിൽ അക്കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. സർക്കാരിന് പൂർണ്ണമായ അധികാരമുണ്ട്. പക്ഷേ ശാസനാപൂർണമായ നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി വരികൾക്കിടയിലൂടെയല്ല കൃത്യമായി പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ താങ്ങാൻ അല്ലെങ്കിൽ വഹിക്കാൻ ഈ സർക്കാരിനാവില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ നടപടി അല്ലെങ്കിൽ ഈ മാറ്റം ഉണ്ടായതിന് തൊട്ട് ശേഷം ആദ്യത്തെ പ്രതികരണം തന്നെ ജേക്കബ് തോമസിൽ നിന്നുണ്ടായത് എന്നെ ഡിമോട്ട് ചെയ്ത് കളയുകയാണോ എന്നുള്ളതായിരുന്നു. കാരണം മുൻപൊരു ADGP ഇരുന്ന പോസ്റ്റാണത്, അനിൽകാന്ത് ഇരുന്ന പോസ്റ്റാണ് അത്. നോക്കൂ, ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നടപടിയും എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് എടുക്കാൻ സാധിക്കാത്തത്? താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ, അദ്ദേഹത്തിൻ്റെ കഴിവിൽ. പക്ഷേ ഈ സർക്കാരിന് ഒരു തരത്തിലും ഉപയോഗിക്കാവുന്ന ഒരു പോസ്റ്റിൽ അദ്ദേഹത്തെ ഇരുത്തില്ല എന്ന് വാശിയുള്ളത് പോലെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അത് അങ്ങനെ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് സത്യത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അവരുടെ നിലപാടുകളുമായി യോജിച്ചു പോകാൻ കഴിയാതെ വരും ജനകീയ ഗവൺമെൻറ്റുകളിൽ. ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടി വന്നത് എന്താണെന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഒരു പക്ഷേ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് അറിയാവും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാകാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇന്ന കാരണങ്ങളാലാണ് അദ്ദേഹത്തിന് വേറൊരു സ്ഥാനചലനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഫയർ ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിന്, ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിന് നവീകരിക്കാനായി അദ്ദേഹവും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച്
നിരവധി കാര്യങ്ങൾ തീർച്ചയായും താങ്കൾ അത് വിശദീകരിക്കുകയുണ്ടായി. ശ്രീ വി എസ് സുനിൽകുമാർ MLA വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണല്ലോ ജേക്കബ് തോമസ്. ഇന്ന് വി എസ് അച്യുതാനന്ദൻ തന്നെ പറയുകയുണ്ടായി, കോഴയ്ക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥനെ സർക്കാർ അതിൻ്റെ പേരിൽ ശിക്ഷണ നടപടികൾക്ക് വിധേയനാക്കുന്നു എന്നൊക്കെ. പക്ഷേ ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഈ IPS ഉദ്യോഗസ്ഥന് ഒരു ദിവസം പോലും കാക്കിയിട്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ലല്ലോ. അത് ശരിയായിരിക്കും. പക്ഷേ ആ ഉദ്യോഗസ്ഥർ എപ്പോഴെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇതുപോലെ നിയമവിരുദ്ധമായ പ്രവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും പറയുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഏതായാലും ജേക്കബ് തോമസിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പല ആളുകൾക്കുണ്ടെങ്കിലും ജോസഫ് വാഴയ്ക്ക് തന്നെ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്താ, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നാണ്. ഇവിടെ നേരത്തെ വാഴക്കൻ പറഞ്ഞ കാര്യം എന്താ, അദ്ദേഹത്തിനെ DGP ആക്കിയത് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ DO ആയപ്പോഴാണ്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നോ? അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ DO ആവുന്നതിന് 3 മാസം മുമ്പ് അദ്ദേഹത്തെ പ്രത്യേകമായ താല്പര്യം എടുത്തുകൊണ്ടാണ് DGP ആക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് പോലീസുകാരുടെ സബ് ഇൻസ്പെക്ടർമാരുടെ പ്രമോഷൻ ലഭിക്കുന്നതുമായ ഫയലുകൾ ഈ മന്ത്രിമാരുടെ മേശപ്പുറത്ത് ഇരുന്ന് 3 മാസം 4 മാസം കഴിഞ്ഞിട്ടും ഒപ്പുവെക്കാത്ത ഫയലുകൾ ഇരിക്കുമ്പോൾ ഈ ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ട് 2 DGPമാർ ഒരു സ്ഥലത്ത് ഇരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന കാര്യം അറിയാമല്ലോ. KM മാണിയുടെ കൈക്കൂലി കേസ് പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതിന് ശേഷം അദ്ദേഹത്തെ വൈദ്യനിരാധന ബുദ്ധിയോടുകൂടി ഗവൺമെന്റ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല പീഡിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് ജേക്കബ് തോമസിനോട് അത് ഒരു പൊതുപ്രവർത്തനം എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് ഇപ്പൊ ഈ ജോലി കൊണ്ടൊന്നും ജീവിക്കേണ്ട ആളല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഇവന്മാർക്കെതിരായിട്ട് ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൊണ്ട് നിയമപരമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവും. ഇത് ഈ രീതിയിൽ ഒരാളെ അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സത്യസന്ധമായും നിയമമനുസരിച്ചും ചട്ടമനുസരിച്ചും പ്രവർത്തിച്ചാൽ ഈ UDF ഗവൺമെന്റ് ആൾക്ക് രക്ഷപ്പെട്ട് PC ജോർജ് രാജിവെക്കുന്നു പറയുന്നു. എന്താ കാര്യം? അഴിമതിക്കെതിരെ നിലപാടെടുത്ത PC ജോർജ് പുറത്തു പോകും, അഴിമതിക്കെതിരെ നിലപാടെടുത്ത ജേക്കബ് തോമസ് പുറത്തു പോകും. അഴിമതിക്കെതിരെ നിലപാടെടുത്താൽ ഘടകകക്ഷിക്കാർക്ക് രക്ഷയില്ലാത്ത സ്ഥിതിയാണ് UDF ഗവൺമെന്റ്. അതുകൊണ്ട് അഴിമതിയുടെ ഒരു ദല്ലാളന്മാരായി മാറിയവർക്കല്ലാതെ ആർക്കും ഇവിടെ രക്ഷയില്ല. ഇപ്പോ തച്ചങ്കരി അവസാനം ഒരു അഴിമതി ചൂണ്ടിക്കാണിച്ചപ്പോ ഏറ്റവും ഓമനപുത്രനായിട്ടുള്ള തച്ചങ്കരി പോലും അഴിമതി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹം പീഡനമേൽക്കേണ്ടി വന്ന ഒരു ഗതികേട് പോലും നമ്മൾ കണ്ടതാണ് ഈ ഗവൺമെന്റ് കാലത്ത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം ചെയ്യേണ്ട കാര്യം രാജിവെച്ച് അദ്ദേഹം ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതനാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തുടരുക ശ്രീ വി എസ് സുനിൽകുമാർ. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ എന്തായാലും പുതിയ DGP, പുതിയ കമാൻഡർ വന്നിട്ടുണ്ടല്ലോ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ. അദ്ദേഹത്തിന് ചട്ടവും നിയമവും ലംഘിച്ച് ഈ ഫ്ളാറ്റ് ഉടമകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ? ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ? അഭിലാഷ, കേരളത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്രീ ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം മുൻകൂർ വാങ്ങിക്കൊണ്ട് ആണ് ഈ റിയൽ എസ്റ്റേറ്റ് പ്ലേയേഴ്സ് കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഈ ഫീസുകളെല്ലാം കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കളക്ട് ചെയ്യപ്പെട്ട ശേഷം എന്താണ്, കാലാകാലങ്ങളിൽ ഇത് എഴുതി തള്ളുവോ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്നൊക്കെ ചില പദങ്ങളുണ്ട്. ഇവിടെ സ്വർണ്ണക്കടക്കാർ, ഹോട്ടലുകാർ, ഇവരൊക്കെ ഈ നമ്മൾ ഓരോ ചായ കുടിക്കുമ്പോഴും പിരിക്കുന്ന ഈ പണം പിന്നീട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഈ പണം അടയ്ക്കാതിരിക്കുക, അതിനിങ്ങനെ കുറേ ഓമനപ്പേരിട്ട് ഈ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട MLA അത് പരിശോധിക്കട്ടെ. ഈ കുടിശ്ശികയെക്കുറിച്ച് എഴുതിയതാണ്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിനോ അടുത്ത് വരുന്ന ആളിനോ അത് ഓവർലുക്ക് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ DGP ആയി പ്രൊമോട്ട് ചെയ്തത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ നക്കിക്കൊല്ലുകയാണ്, അത് ഞെക്കിക്കൊല്ലുന്നതിന് പകരം. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കേസിൽ ബാർക്കോഴ മാത്രമല്ല, ലീഗൽ പെർസ്പെക്റ്റീവിൽ പാറ്റൂർ കേസ് വളരെ സ്ട്രോങ് ആണ്. അത് മുഖ്യമന്ത്രിക്കും അറിയാം, ശ്രീ ജേക്കബ് തോമസിനും അറിയാം. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അതും ഇതിലൊരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇത് പല വിഷയങ്ങൾ വന്നതാണ്. ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു വെഞ്ചൻസിൻ്റെ അതൊരു തുടർക്കഥയാണ്. പക്ഷേ ഈ കാര്യത്തിലും പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പരാമർശം സത്യത്തിൽ ശ്രീ സുനിൽകുമാർ MLA പറഞ്ഞതുപോലെ ഡിഫമേറ്ററി ആണ്. അതിനെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. ഉദ്യോഗത്തിലിരുന്നുകൊണ്ട് കേസ് കൊടുക്കട്ടെ, ഇവർ പിരിച്ചുവിടട്ടെ. ഇവർ സത്യത്തിൽ ആ ഡിഫമേറ്ററി ആയിട്ടുള്ള പദം അങ്ങനെ എടുക്കരുതാത്തതാണ്. അത് കേരളത്തിലെ ജനങ്ങളോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയും കൂടിയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കെതിരെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സർക്കാർ പെരുമാറുന്നോ എന്ന സംശയമാണ് ജേക്കബ് തോമസിനോട് പുതുതായി വിശദീകരണം ചോദിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിലും സംശയിക്കപ്പെടുന്നത്. DGP ജേക്കബ് തോമസിനോട് വിശദീകരണം ആരായാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനകളുടെ പേരിലാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് മന്ത്രിസഭ ഇന്ന് കടന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ
ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ മാറ്റം തന്നെ ശിക്ഷണ നടപടിയായാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നത്. ജനഹിതത്തിനനുസരിച്ചുള്ള പ്രവർത്തനം എന്നുള്ളതായിരുന്നു വിശദീകരിച്ചിരുന്നത്. എന്തായാലും പ്രതിപക്ഷം പുതിയ നടപടികളോടും അതിശക്തമായ വിമർശനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സത്യസന്ധമായി ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വൈരനിര്യാതനപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്ന സംശയം തന്നെയാണ് ഇതും ബാക്കിയാക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ ജോസഫ് C. മാത്യു. ഇടവേളയ്ക്ക് ശേഷം എടുത്ത സവർ കാണാം. നമസ്കാരം.